ലൂക്കാസ് വാസ്കസിന്റെ യാത്രയപ്പ് ചടങ്ങിൽ റയൽ മാഡ്രിഡ് ഔദ്യോഗികമായി സംഘടിപ്പിച്ച പരിപാടിയിൽ ആകെ പങ്കെടുത്തത് രണ്ട് റയൽ മാഡ്രിഡ് താരങ്ങൾ മാത്രമാണ്. ഒന്ന് ആൻഡ്രേ ലുനിനാണ് ഗോൾ കീപ്പർ, മറ്റൊരാൾ കിലിയൻ എംബാപ്പെ ആയിരുന്നു. അപ്പൊ എംബാപ്പെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തത് വലിയ ചർച്ചയായിരിക്കുകയാണ്. ഒന്നുമല്ല, സോഷ്യൽ മീഡിയ അദ്ദേഹത്തിന് ഒരു കയ്യടി നൽകുന്നുണ്ട്. കാരണം എംബാപ്പയുടെ ആ ഒരു ജെസ്റ്റർ വളരെ മാതൃകാപരമാണെന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. കാരണം വളരെ തിരക്കേറിയ ഒരു സീസണിന് ശേഷം അവധി ആഘോഷത്തിലാണ് റയൽ മാഡ്രിഡ് താരങ്ങളെല്ലാം. ആ ഒരു സന്ദർഭത്തിൽ നടന്ന പരിപാടിയിൽ ആകെ പങ്കെടുത്തത് രണ്ട് പ്ലെയേഴ്സാണ്. അതിലൊരാൾ എംബാപ്പെ ആണെന്നുള്ളതാണ്. എംബാപ്പയുടെ ആ ഒരു അവധി ആഘോഷമൊക്കെ എംബാപ്പെ കട്ട് ചെയ്തുകൊണ്ടാണ് മാഡ്രിഡിൽ എത്തി തൻ്റെ സഹോദര തുല്യനായ സഹതാരത്തിന് അദ്ദേഹം ഒരു യാത്രയപ്പ് നൽകിയത്. ഇൻസ്റ്റാഗ്രാമിലും വളരെ വൈകാരികമായ ഒരു കുറിപ്പൊക്കെ എംബാപ്പെ ഇട്ടിരുന്നു. ലൂക്കാസ് വാസ്കസുമൊത്തുള്ള തൻ്റെ ദിനങ്ങൾ വളരെ മെമ്മറബിൾ ആണ്, അദ്ദേഹം ഒരു ലെജൻഡ് ആണെന്നൊക്കെ ആയിരുന്നു എംബാപ്പെ കുറിച്ചത്. അപ്പൊ അത് ശരിക്കും അദ്ദേഹം ഹൃദയത്തിൽ തൊട്ട് പറഞ്ഞതാണെന്നുള്ളതിൻ്റെ ഒരു സൂചന തന്നെയായിരുന്നു ആ ഒരു പരിപാടിയിൽ പങ്കെടുത്തത്. കാരണം വളരെ ബിസി ആയിട്ടുള്ളൊരു ഷെഡ്യൂളിന് ശേഷമാണ് ഇപ്പം താരങ്ങളെല്ലാം നിലവിൽ അവധി ആഘോഷിക്കാൻ പോയത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ വേണമെങ്കിൽ എംബാപ്പയ്ക്ക് സ്കിപ്പ് ചെയ്യായിരുന്നു. കാരണം എംബാപ്പെ ആകെ ഒരു വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഈ ക്ലബിൽ എത്തിയിട്ട്, അതായത് റയൽ മാഡ്രിഡിൽ എത്തിയിട്ട്. അപ്പം എംബാപ്പയേക്കാൾ കൂടുതൽ കാലം റയൽ മാഡ്രിഡിൽ ഉണ്ടായിരുന്ന താരങ്ങളൊന്നും ഈ പരിപാടിയിൽ ലൂക്കാസ് വാസ്കസിന്റെ യാത്രയപ്പ് ചടങ്ങിൽ പങ്കെടുത്തിട്ടില്ല. അപ്പൊ എംബാപ്പെ വന്നു എന്നുള്ളത് എംബാപ്പയുടെ ഒരു ജെന്റിൽമാൻ അപ്രോച്ചിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ലൂക്കാസ് വാസ്കസിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹം ശരിക്കും ഒരു അൺസങ് ഹീറോ ആണ് റയൽ മാഡ്രിഡിൻ്റെത്. കഴിഞ്ഞ 10 വർഷം സീനിയർ ടീമിന് വേണ്ടി അഹോരാത്രം പണിയെടുത്ത ഒരു പ്ലെയർ എന്ന് പറയേണ്ടി വരും. ഹാർഡ് വർക്കിംഗ്, ബാഡ്ജിന് വേണ്ടി അങ്ങേയറ്റം പൊരുതുന്ന ഒരു ബിഹേവിയർ. എനിക്ക് വാസ്കസിനെ കുറിച്ച് ഓർമ്മ വരുന്നത് 2016 ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെയുള്ള മത്സരം ഷൂട്ടൗട്ടിലേക്ക് കടന്നപ്പോൾ ആദ്യത്തെ കിക്ക് എടുക്കാൻ ഉള്ള നിയോഗം ലൂക്കാസ് വാസ്കസിനായിരുന്നു. വളരെ കൂളായിട്ട് ബോൾ സ്പിൻ ചെയ്തുകൊണ്ടാണ് ലൂക്കാസ് വാസ്കസ് വന്നിട്ട് ആ കിക്ക് എടുത്തത്. ഗംഭീരമായിട്ട് തന്നെ അത് ഗോളാക്കി മാറ്റുകയും ചെയ്തു. അതോടുകൂടി ആ ടീമിന്റെ കംപ്ലീറ്റ് ആ പിരിമുറക്കം മാറി. അപ്പൊ ഇങ്ങനെ ഒരു അൺസങ് ഹീറോ ആണ്. ഏത് പൊസിഷനിൽ വേണമെങ്കിലും കളിക്കും, ടീമിന് വേണ്ടി അങ്ങേയറ്റം അവസാന ശ്വാസം വരെ പൊരുതുന്ന ഒരു പ്ലെയർ, ഒരു അൺസങ് ഹീറോ ആണ്. അധികം നമുക്ക് കാണാൻ പറ്റാത്ത ഒരു ലോയൽറ്റിയുടെ ഒരു എക്സാമ്പിൾ കൂടിയാണ് ലൂക്കാസ് വാസ്കസ്. ഇപ്പൊ വാസ്കസ് ഒരു ഹോം ഗ്രോൺ പ്ലെയർ ആണ്. ഇപ്പൊ റൈറ്റ് വിംഗർ ആയിട്ട് കളിക്കും, അല്ലെങ്കിൽ റൈറ്റ് ബാക്ക് ആയിട്ട് കളിക്കും. ഡിഫൻസിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ എത്തും, വേറെ ഏതെങ്കിലും പൊസിഷൻ കൊടുത്താൽ ആ ഒരു പൊസിഷനിൽ കളിക്കും. ടെക്നിക്കലി ഒരു ഗിഫ്റ്റഡ് ആയുള്ള പ്ലെയർ ആണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ വർക്ക് റേറ്റ്, ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ, അപ്പൊ ഇന്ന് പല റയൽ മാഡ്രിഡ് താരങ്ങൾക്കും ഒരു എക്സാമ്പിൾ ആണ് ലൂക്കാസ് വാസ്കസ്. ഇപ്പൊ കഴിഞ്ഞ സീസണിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രോപ്പർ പൊസിഷനിൽ അല്ലാതെ തന്നെ ആ റൈറ്റ് ബാക്ക് എന്നുള്ള പൊസിഷനിൽ നിന്നിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹം നേരിട്ടിരുന്നു, വിമർശനങ്ങൾ നേരിട്ടിരുന്നു. പക്ഷെ ആ ഒരു കമ്മിറ്റ്മെന്റ് തന്നെയാണ് ലൂക്കാസ് വാസ്കസിനെ മാറ്റി നിർത്തിയത്. പലതവണ റയൽ മാഡ്രിഡിന്റെ ആംബാൻഡ് അണിഞ്ഞ് കളിച്ച പ്ലെയർ ആണ്. 23 മേജർ ട്രോഫികൾ റയൽ മാഡ്രിഡിന് വേണ്ടി നേടിയിട്ടുണ്ട്. 5 ചാമ്പ്യൻസ് ലീഗ്, 4 ലാലിഗ കിരീടങ്ങൾ. അപ്പം വാസ്കസ് ഒരു അൺസങ് ഹീറോയാണ്. അദ്ദേഹം ഒരു ലെജൻഡ് ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരു ലെജൻഡറി ആയുള്ള റയൽ മാഡ്രിഡ് ടീമിലെ ഒരു അൺസങ് ഹീറോ അല്ലെങ്കിൽ ഒരു ഫൈറ്റർ ആയിരുന്നു ലൂക്കാസ് വാസ്കസ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പൊ എംബാപ്പയുടെ ഈ ഒരു ജെസ്റ്റർ എന്തായാലും കയ്യടി അർഹിക്കുന്നത് തന്നെയാണ്.